തും 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 ധീരന തും തും ധീരന തും 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 ധീരന തും തും ധീരന തും 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 ധീരന 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 തും തും ധീരന തും 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 ധീരന തും തും ധീരന തും 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 ധീരന കവിതനി തും 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 സരി മപനി സവരി സരി പമരി സരി സ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, സുരേഷം എന്നുള്ള ഈ ചാനലിൽ പുതിയൊരു സീരീസ് കൂടി തുടങ്ങുകയാണ്. ക്ഷേത്രങ്ങളെ പറ്റിയിട്ട്, ദേവാലയങ്ങളെ പറ്റിയിട്ട്. നമ്മുടെ നാട്ടിൽ അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന ഒത്തിരി ദേവാലയങ്ങളുണ്ടല്ലേ. ആ ദേവാലയങ്ങളും അവിടുത്തെ പ്രത്യേകതകളും പിന്നെ അവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ കൂടിയിട്ട് ഒരു സീരീസ് തുടങ്ങുകയാണ് ഇന്നു മുതൽ. ഇതിനു മുന്നേ ഞാൻ 2 ക്ഷേത്രങ്ങളെ പറ്റി ചെയ്തിട്ടുണ്ട്. ഒന്ന് തേനൂർ, എൻ്റെ നാട്ടിലെ തേനൂരിലെ തിരുവഞ്ചി ക്ഷേത്രത്തെ പറ്റിയിട്ടും, ഇനി ഒന്ന് നാടിനടുത്ത് തന്നെയുള്ള മാങ്കുറിശ്ശി ഭഗവതി ക്ഷേത്രത്തെ പറ്റിയും. ഇനിയും ഒത്തിരി ക്ഷേത്രങ്ങൾ ചെയ്യാനുണ്ട്. കൊറോണ സീസൺ ആയതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് വേണ്ടി അങ്ങനെ ഇറങ്ങാണ്ടിരുന്നത്. ഇപ്പോൾ ഇന്ന് മുതൽ തുടങ്ങുകയാണ്. ഇന്നൊരു കാര്യം കൂടിയുണ്ട്. എൻ്റെ 2ാമത്തെ മോൻ്റെ മൊട്ടയടിക്കൽ ചടങ്ങ് കൂടിയാണ്. ഞങ്ങളൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വയസ്സ് പൂർത്തിയായ ശേഷമാണ് കുട്ടിയുടെ ആദ്യത്തെ മൊട്ടയടിക്കുക. അത് നമ്മൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലേക്ക് നേർന്നുണ്ടാവും. ഒട്ടുമിക്ക ആൾക്കാരും പോകുന്നുണ്ടാവുക പഴനി ക്ഷേത്രത്തിലേക്ക് തന്നെയാണ്. അത് പറഞ്ഞപ്പോഴാണ്, പഴനിയുടെ ഒരു വ്ളോഗ് മുമ്പേ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ആദ്യത്തെ മോൻ്റെയും പോയത് പഴനി തന്നെയാണ്. എല്ലാവരും പഴനി തന്നെയാണ് പോവുക. പക്ഷേ ഇപ്പോഴത്തെ സീസണിൽ ഇപ്പോൾ ബോർഡർ കടത്തി വിടണമെന്ന് അറിയില്ല, എൻഡിങ്ങിൽ തന്നെയും കോവിഡിൻ്റെ ഈ സിറ്റുവേഷൻ ആണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ പാലക്കാട് ജില്ലയിലുള്ള ചിറ്റൂരിനടുത്തുള്ള കൊടുമ്പ് എന്ന സ്ഥലത്ത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പഴനിയുടെ പാതി എന്നാണ് പറയുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു റിവറുണ്ട്, ശോകനാശിനി പുഴയുണ്ട്. പേര് പോലെ തന്നെ അതിൽ കുളിച്ച് നിവർന്നു കഴിഞ്ഞാൽ ശോകങ്ങളെല്ലാം നശിക്കും അല്ലെങ്കിൽ അവസാനിക്കും എന്നാണ് പറയുന്നത്. ഈ മൊട്ടയടിക്കൽ ചടങ്ങ് കൂടി ഉള്ളതിനാൽ ഈ സീരീസിലെ ആദ്യത്തെ വീഡിയോ കൊടുമ്പ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനാവാമെന്ന് കരുതി വരും. നമുക്ക് കൊടുമ്പിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെ ഒന്ന് കാണാം, അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കൂട്ടത്തിൽ എൻ്റെ മോൻ്റെ മൊട്ടയടിക്കണ ചടങ്ങ് കൂടെ കാണാം. പ്രിയപ്പെട്ടവരെ, ഞാൻ സുരേഷ് ബാബു. വെൽക്കം ടു മൈ ചാനൽ സുരേഷം. പാലക്കാട് ടൗണിൽ നിന്ന് ചിറ്റൂരിലേക്കുള്ള പോകുന്ന വഴിയിലെ കൊടുമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം 5 കിലോമീറ്ററാണ് വരിക. റോഡ് സൈഡ് തന്നെയാണ് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ഉള്ളത്. ഒരു പ്രത്യേകത ആദ്യം തന്നെ പറയട്ടെ, കേരളത്തിലെ ഏറ്റവും വലിയ രാജഗോപുരങ്ങളിൽ 2ാം സ്ഥാനമാണ് കൊടുമ്പ് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനുള്ളത്. ഈ ക്ഷേത്രത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ശ്രീ വരദരാജ പെരുമാളിൻ്റെ ഒരു ക്ഷേത്രവും ഉണ്ട്. കേരളത്തിലെ ശൈവ ആരാധനാ പദ്ധതികളിലെ സുബ്രഹ്മണ്യ ധ്യാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ശരവണ പൊയ്കയിൽ നീന്തി നീരാടിയ പരമേശ്വര പുത്രനായ ശ്രീ മുരുകന് തമിഴകത്ത് നിന്നും മലബാറിലേക്ക് കുടിയേറിയ ജനങ്ങൾ തീർത്ത തിരുതൊട്ടിലാണ് കൊടുമ്പിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് കയറുന്നതിന് മുന്നേ നമുക്ക് മൊട്ടയടിക്കുന്നതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയെന്നുള്ളത് നോക്കാം. അവിടെ ബോർഡ് കാണുന്നുണ്ട്. പഴനിയിലെ പോലെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. 3 ഷോപ്പാണുള്ളത്. അപ്പോൾ ഇവിടെ 2 ഷോപ്പുണ്ട്. നേർച്ച മൊട്ട അടിക്കുന്ന സ്ഥലം, അതിൻ്റെ പുറകിൽ തന്നെയാണ് കുളിക്കാനുള്ള സ്ഥലവും കൂടിയിട്ട്. ഇവിടെ 2 ഷോപ്പാണുള്ളത്. പക്ഷേ ഇവിടെ തിരക്കായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങോട്ട് പോയി ആ നീല കളർ വീട് കാണുന്നുണ്ടല്ലോ, അതിന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെയും കൂടെ ഒരു ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്ന്. സാധാരണ നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം നമ്മൾ മൊട്ടയടിക്കും അല്ലേ, 1 വയസ്സ് കഴിഞ്ഞ്. ഇപ്പം ഞങ്ങളുടെ ഇവിടെ എങ്ങനെയാ വെച്ചാൽ പാലക്കാട് ജില്ലയിലൊക്കെ 1 വയസ്സ് കഴിഞ്ഞ് പിറന്നാളിന് ശേഷമാണ് മൊട്ടയടിക്കൽ കർമ്മം നടത്തുക. ചിലവർ 1 വയസ്സിന് മുന്നേ ചെയ്യുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ ഓരോ രീതികളാണ്. നമ്മുടെ ഈ കൊടുമ്പ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനെ പഴനിയുടെ പകുതി എന്നും കൂടെ പറയാറുണ്ട്. അതായത് അത്രയ്ക്ക് പ്രാധാന്യം ഈ ക്ഷേത്രത്തിനുമുണ്ട്. നമുക്ക് മൊട്ടയടിക്കൽ ചടങ്ങിലേക്ക് പോകാം. ഇതാണ് മൊട്ടയടിക്കാൻ പോകുന്ന ഷോപ്പ്.
അപ്പോൾ നമ്മളിവിടെ മുട്ടയടിക്കൽ കളിക്ക് കിടക്കുകയാണ്. എൻ്റെ മോൻ്റെ മുട്ടയടിക്കുന്നതാണ് എടുക്കുന്നത്. ഈ ചേട്ടനാണ് നമ്മുടെ ചെയ്തു തരുന്നത്. നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത് നോക്കാമെന്ന്. ചേട്ടൻ എത്ര കാലം ഇത് ചെയ്യുന്നു? ഇവിടെ തന്നെ ചെയ്യുന്ന. ശരി. അച്ചടക്കുട്ടിയുടെ മുട്ടയടിക്കൂലോ, അച്ചടക്കുട്ടിയുടെ. പിന്നെ എങ്ങനെ നമ്മളെ പാട്ട് പാടിയത്? പമ്പരം മുട്ടയടിക്കണതാണ്. കുട്ടി കരഞ്ഞപ്പോ ഞാൻ എടുത്തു അവനെ. ചെറിയ കുട്ടികളല്ലേ, മുട്ടയടിക്കുമ്പോ കരഞ്ഞു പോകും. അപ്പൊ ഇവിടെ വരുന്നവര് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പണിയിലെ പോലെ ചീട്ട ആദ്യം ആക്കണ്ട, പോയി മുട്ടയടിച്ചിട്ട് അത് അത്ര ചേർത്ത് വരുമ്പോഴേ നമുക്ക്. അതെ, പുറത്തൊരു 3ഓളം ഷോപ്സ് ഉണ്ട് ഇതുപോലത്തെ. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് മുട്ട അടിച്ചിട്ട് പിന്നെ ഉള്ളിൽ പോയിട്ടാണ് മറ്റേ കോഴി കൊടുക്കുന്ന സാധനങ്ങള്. എന്താണ് കണ്ടോ, ഞങ്ങളുടെ കുട്ടി മുട്ട കുട്ടിയായി. ഹായ് പറയൂ, ഹായ്. അപ്പൊ നമ്മൾ മുട്ടയടിച്ചു കഴിഞ്ഞാൽ ഇനി പരിപാടി കുളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ്, നമുക്കിവിടെ പുഴയുണ്ട്, കുളിക്കണമെങ്കിൽ കുളിക്കാവുന്നതാണ്. ഇത് ശോകനാശിനി പുഴയാണ്. ഡീറ്റെയിൽ ആയിട്ട് ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് വന്ന് കാണാട്ടോ. പുഴയിൽ മുട്ടയടിച്ചിട്ട് പുഴയിൽ കുളിക്കണമെങ്കിൽ കുളിക്കാം. അല്ലാത്തവർക്ക് ഇപ്പോൾ കുട്ടികളെ സമയത്തുള്ള ഇവിടെ ചുടുവെള്ളം കാണുന്നത് ബോർഡ് കണ്ടു, എന്താണെന്നുള്ളതൊന്ന് പോയി നോക്കാം. അങ്ങനെ ഇവരെ ഒന്ന് കുളിപ്പിച്ചെടുക്കണ്ടേ, എന്നിട്ട് വേണം നമുക്ക് അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ. വരും. ക്ഷേത്രത്തിന് മുൻവശത്ത് തന്നെയുള്ള മുട്ടയടിക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ പുറകിൽ ശിവശക്തി പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടൽ എഴുതി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കുളിക്കുവാൻ വേണ്ടി ചുടുവെള്ളം ലഭിക്കുന്നതാണ് എന്നുള്ളത്. ഞങ്ങളിവിടെയുള്ള ഇപ്പോൾ ഏകദേശം സമയം എന്നുള്ളത് 8-8:30 നവംബർ മാസമല്ലേ, നല്ല തണുപ്പുണ്ട്, കുട്ടിക്കൊക്കെ നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ ചൂടുവെള്ളം കിട്ടുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഈ ഹോട്ടലിലാണ് ചുടുവെള്ളം കിട്ടുന്നത്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. ചേട്ടൻ്റെ പേര്? സെന്തിൽകുമാർ. ഇവിടെ എത്ര കാലമായി? ഇവിടെ കുട്ടികൾക്ക് നമ്മൾ നേർച്ചയായിട്ട് മുട്ടയടിക്കുമ്പോൾ ചുടുവെള്ളം ഇവിടുന്ന് കൊടുക്കും, ഫ്രീ ആയിട്ടാണ്. കുറെ കാലമായിട്ട് ചെയ്യുന്നുണ്ട്. ഭഗവതി ക്ഷേത്രത്തോളം ഒരു നേർച്ചയായിട്ട് അത് വലിയ ഉപകാരമാണ്. കാരണം കുട്ടികൾ അല്ലെങ്കിൽ കരഞ്ഞു പോയി, നല്ല തണുപ്പുണ്ട് ഈ സമയത്ത്. താങ്ക്സ് ചേട്ടാ, ഞങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഇവിടെ വരുന്നവർക്കും നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം, വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥലം തന്നെയാണ്. എന്തൊക്കെയാണ് ചേട്ടാ ഇവിടെ? ഇഡ്ഡലി, ദോശ, റോസ്റ്റ്, ഊത്തപ്പം തുടങ്ങി പാലക്കാട് ജില്ലയിലുള്ള എല്ലാ നാടൻ ടേസ്റ്റുകളും ഇവിടെ കിട്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കുട്ടികളെ കൊണ്ട് വരുന്നവർക്ക് ധൈര്യമായിട്ട് വരാം. ഇവിടെ ചുടുവെള്ളമൊക്കെ ഉണ്ട്, പുഴയിലോ മറ്റു വെള്ളത്തിലോ. നല്ല തണുപ്പുണ്ട് ഇപ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നവംബർ മാസമായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഏട്ടൻ ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ മോന് കുളിക്കാനുള്ള ചുടുവെള്ളം കിട്ടി. പുറകിൽ വശത്ത് തന്നെയാണ് കുളിമുറി. വലിയ കുഴപ്പമില്ല, സ്മെല്ല് ബാഡ് സ്മെല്ലൊന്നുമില്ല. പക്ഷെ കാണുമ്പോൾ ഒരു ചന്തമൊന്നുമില്ല കുളിമുറിക്ക്. എന്നാലും അവിടെ വെച്ച് അവനെ കുളിപ്പിച്ചു. വൃത്തികേടൊന്നുമില്ല കേട്ടോ, വളരെ നീറ്റായിട്ട് തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതാ മുട്ടയൊക്കെ അടിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ടാണ് ഇനി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. മുട്ടയടി ചടങ്ങ് കഴിഞ്ഞു. ഇനി നമുക്ക് ദർശനത്തിനായിട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ, കേരളത്തിലെ ഏറ്റവും വലിയ രാജഗോപുരങ്ങളിൽ 2ാം സ്ഥാനമുള്ള ക്ഷേത്രമാണ്. ഇപ്പോൾ കോവിഡ് പ്രോട്ടോക്കോൾ ഉള്ളതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നമ്മളുടെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കണം, സാനിറ്റൈസ് ചെയ്യണം, പിന്നെ നമ്മളുടെ ഹീറ്റ് അവർ നോക്കുന്നതാണ്. അതിനുശേഷമാണ് ഉള്ളിലേക്ക് കടത്തി വിടുന്നത്. മാസ്ക് നിർബന്ധമാണ്. കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവാണ് കേട്ടോ.
ചെറിയ ബഹളമായി കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബഹളമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ തന്നെ വളരെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. ഇവിടുത്തെ പൂജാ സമയം എന്ന് പറയുന്നത് രാവിലെ 5:30 വിളക്ക് വയ്പ്, 8 മണി മുതൽ 9 മണി വരെ പ്രഭാത പൂജ, ഉച്ചപൂജ 11 മണിക്ക്, വിളക്ക് വയ്പ് വൈകുന്നേരം 4:30 മണിക്ക്, സന്ധ്യാകാല പൂജ 7 മണിക്ക്. വിശേഷ ദിവസങ്ങളിലും ഉത്സവകാലങ്ങളിലും പൂജാ സമയങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നതാണ്. മൊട്ടയടിച്ചിട്ടുണ്ടല്ലോ, നമുക്കതിന് സാധാരണ മറ്റുള്ള ക്ഷേത്രങ്ങളിലാണെങ്കിൽ ആദ്യം തന്നെ ഷീട്ടാക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ നമ്മൾ മൊട്ടയടിച്ച് ഉള്ളിൽ കയറുമ്പോഴാണ് ഷീട്ടാക്കേണ്ടത്. അതിനായിട്ട് നമ്മളിത് വഴിപാട് കൗണ്ടറിൽ പോകുന്നു. അർച്ചന തുടങ്ങിയ വഴിപാടുകൾക്കൊപ്പം തന്നെ മുരുകന് സ്പെഷ്യൽ പ്രസാദമായിട്ടുള്ള പഞ്ചാമൃതവും നമുക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ ഇവിടുന്ന്. ഈ മൊട്ടയടിക്കുന്ന ചടങ്ങിനെ മുടി ഇറുക്കുക എന്നാണ് പറയുന്നത്. മുടി ഇറുക്കുവാൻ 30 രൂപയാണ് രസീത് ചീട്ടാക്കേണ്ടത്. ഇതാ കണ്ടോ, പ്രസാദമായിട്ട് നമുക്ക് ചന്ദനം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മൊട്ടയടിച്ചതുകൊണ്ട് ചന്ദനം തലയിൽ പൂശണമല്ലോ. നല്ല തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചന്ദനം പൂശുന്നത് അല്ലേ. ഇനി പ്രദക്ഷിണം ചെയ്യുന്നതിനൊപ്പം തന്നെ കുറച്ച് ഐതിഹ്യത്തിലേക്കും കിടക്കാം. കാഞ്ചീപുരം തുടങ്ങിയ തമിഴ് പ്രവിശ്യകളിൽ നിന്ന് മലബാർ മഹത്വം അറിഞ്ഞു വന്ന നൂൽപ്പുകാർ തങ്ങളുടെ പരദൈവത്തെ കുടിവെച്ച ദേവസ്ഥാനമാണിത്. പവിത്രയായ ശോകനാശിനി നദിയുടെ തീരത്ത് കമനീയമായ രാജഗോപുരത്തോടെ അവർ ആരാധ്യമൂർത്തിക്ക് ക്ഷേത്രം പണിതീർത്തു. പ്രാചീന കാലത്ത് ഇത് ശിവക്ഷേത്രമായിരുന്നുത്രേ. കേരളത്തിലെ 108 ശിവാലയങ്ങളിൽ ഒന്ന്. കല്യാണമൂർത്തിയായ കാർത്തികേയ സ്വാമികളെ പിന്നീട് ഇവിടെ പ്രതിഷ്ഠിച്ചതാണ്. പണ്ട് ഒരു പറ്റം നൂൽപ്പുകാർ കൊടുമ്പ് ഗ്രാമത്തിൽ നിന്ന് വ്യാപാര ആവശ്യങ്ങൾക്കായി തിരുപ്പൂർ ഭാഗത്തേക്ക് പോകുന്ന വഴി കാനന ഭാഗത്ത് നിന്ന് കണ്ടെടുത്തതാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള വിഗ്രഹം. കാർത്തികേയൻ ഉഗ്രരൂപിയായതിനാൽ നാടിന് ഐശ്വര്യമുണ്ടാകുന്നതിനായി ശാന്തസ്വരൂപമായ കല്യാണ സുബ്രഹ്മണ്യ സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ ചെയ്യുവാൻ തീരുമാനിച്ചത്. പത്നിമാരായ വള്ളിയോടും ദേവയാനിയോടും കൂടിയിരിക്കുന്ന കാർത്തികേയനെ കല്യാണ സ്വരൂപനായിട്ട് സങ്കല്പിക്കുന്നു. ഭക്തിപൂർവ്വം വിളിച്ചാൽ ക്ഷിപ്രപ്രസാദം ചൊരിയുന്ന മൂർത്തിയാണ് ശ്രീ സുബ്രഹ്മണ്യൻ. കല്യാണ സുബ്രഹ്മണ്യ സ്വാമിക്കൊപ്പം മറ്റ് ദേവന്മാരായിട്ട് ഇവിടെ ഉള്ളത് ശിവഭഗവാനുണ്ട്, ദക്ഷിണാമൂർത്തിയുണ്ട്, ഗണപതി ഭഗവാനുണ്ട്, അയ്യപ്പ സ്വാമിയുണ്ട്, നാഗരാജനുണ്ട്, നവഗ്രഹങ്ങളുണ്ട്, ഭൈരവനുണ്ട്, വീരബാഹുവുണ്ട്. പ്രധാന ഉത്സവമായിട്ടുള്ള കൊടുമ്പ് രഥോത്സവം വളരെ പ്രശസ്തമാണ്. മകരമാസത്തിലെ ഭരണി നാളിൽ തുടങ്ങി 10 ദിവസം നീണ്ടു നിൽക്കുന്ന നല്ല വലിയ ഒരു ഉത്സവമാണിത്. അതേപോലെ തുലാം മാസം അമാവാസി ദിവസം ആരംഭിക്കുന്ന സൂര്യസംഹാരം എന്നുള്ള ഉത്സവം ഇവിടെ കൊണ്ടാടാറുണ്ട്. അങ്ങനെ ദേവാലയ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് കടന്നു. ഇനി എന്താ, ഇനി ഫുഡ് അടിക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചെന്തലേട്ടൻ്റെ ചുടുവെള്ളം വാങ്ങിയില്ലേ, ചെന്തലേട്ടൻ്റെ കടയിൽ തന്നെ ഇരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി. നല്ല അടിപൊളി റോസ്റ്റും ദോശയും ഊത്തപ്പവും വടിയും അങ്ങനെ പാലക്കാട് വിഭവങ്ങൾ, നമ്മുടെ കേരളീയ വിഭവങ്ങളാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. എന്തായാലും കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. എൻ്റെ മോൻ കണ്ടു മുട്ടയിൽ തേച്ചിട്ടുള്ള ചന്ദനം മുഴുക്ക് മുഖത്തേക്ക് ആക്കിയിട്ടുണ്ട്. നല്ല തണുപ്പ് കിട്ടിയിട്ടുണ്ടാവും, അതാവും. ആദ്യം ഞങ്ങൾ വടയിൽ പിടിക്കാന്ന് വെച്ചു അല്ലേ അളിയാ. ചൂട് ദോശ കൊണ്ടുവന്നിട്ടുണ്ട്.
ദോശയല്ല റോസ്റ്റ്. അത് നമ്മൾ റോസ്റ്റ് കഴിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട്. ഇവിടെ വരുന്നവർ ചെന്തലേട്ടൻ്റെ ഷോപ്പിൽ കയറാൻ മറക്കണ്ട. നല്ല റോസ്റ്റ്, നല്ല ഉഴുന്നുവട, ചട്നി, സാമ്പാർ അടിപൊളിയായിട്ടാണ്. രാവിലത്തെ ദർശനത്തിനോടൊപ്പം തന്നെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും സൂപ്പറായിട്ടാണ്. അതിരാവിലെ ഫാമിലിയൊക്കെ ഇങ്ങനെ ഒരു ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നല്ല ചൂട് നെയ് റോസ്റ്റും ചൂട് ചായയൊക്കെ കുടിക്കുന്ന ഒരു രസം തന്നെയാണല്ലേ. ഇനി നമുക്ക് ഇവിടുത്തെ ശോകനാശിനി പുഴയിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ചിറ്റൂർ പുഴയാണ് ഇനി ഇവിടെ കാണാൻ പോകുന്നത്. അതിലുള്ള വഴികളാണ്. ഇതാണ് ചിറ്റൂർ പുഴ. നമ്മുടെ കേരളത്തിൻ്റെ വരദാനമായിട്ടുള്ള പുഴകൾ എവിടുന്ന് കണ്ടാലും ഭംഗിയാണ്. എന്നാലും ഇവിടുന്ന് കണ്ടപ്പോൾ പ്രത്യേക ഭംഗി തോന്നിട്ടോ. കണ്ടോ, ഒരു ചങ്ങാടമൊക്കെ കണ്ടില്ലേ അവിടെ? അതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ് വലിച്ച ആൾക്കാർ വരുന്നൊക്കെ ഉണ്ട്. ഇതെന്താണെന്നുള്ള അറിയണമല്ലോ. ഇത് പ്രതീക്ഷിക്കാത്തൊരു സംഭവം കേട്ടോ. വൈഫും അമ്മയൊക്കെ കാറിലിരിക്കുകയാണ് ചെയ്തത്. അവർക്കിത് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. പ്രത്യേക ശ്രദ്ധയ്ക്ക് അവരുടെ ചങ്ങാടത്തിൽ അറിയുന്നവർ കയറിയാൽ മതി, 7 പേരിൽ കൂടുതൽ കയറരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒന്ന് അവിടെ പോയി നോക്കാം. ഇതിപ്പോൾ അവർ വരുന്നുണ്ടല്ലോ. ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറയുകയാ അറിയുന്നവർ വലിച്ചാൽ മതിയെന്ന്. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ ഈ കയറും അങ്ങോട്ട് പോകുമ്പോൾ ആ കയറും ഒരു പ്രത്യേക താളത്തിൽ വലിക്കണത്രേ. കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പുഴയുടെ ഈ സൈഡിൽ നിന്ന് നമുക്കൊരു ചങ്ങാട യാത്രയ്ക്ക് അങ്ങോട്ടാകാം. നമുക്കിത് അറിയുന്നത് ഇങ്ങോട്ട് വരാൻ ഈ കയറ് വലിക്കുക, അങ്ങോട്ട് പോകാൻ ആ കയറ് വലിച്ച് അങ്ങോട്ട് പോവാം, ആ കയറ് വലിച്ചിട്ട് അങ്ങോട്ട് പോവാം. സംഭവം രസമാണ്. ഞങ്ങളിത് 2 പേരേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ അതിന് നിൽക്കില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ കയറണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുമ്പോൾ ദാ ഈ ചേട്ടൻ വന്നു. ഈ ചേട്ടൻ ആദ്യം ഒന്ന് പേടിപ്പിച്ചു, തനിയെ പോരുതെന്നൊക്കെ പറഞ്ഞിട്ട്. തനിയെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളിയാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ആ ചങ്ങാടത്തിൽ കയറി. അത് പ്രതീക്ഷിക്കാതെ കിട്ടിയ നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ പേരെന്താ? ഇവിടെ തന്നെ സ്ഥലം ഇവിടെ തന്നെ. അവിടേക്ക് ഇതാണ് യാത്ര. ആ സ്ഥലത്തിൻ്റെ പേരെന്താ? ഓക്കെ. ഇതിന് ഈ ചിറ്റൂരിനപ്പുറത്ത് പാളയം എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ ഒരു 50ഓളം കുടുംബങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അവർക്ക് ഈ ചങ്ങാടത്തിലൂടെയാണ് യാത്ര. ഇവിടെ വന്നിട്ട് എത്ര ദൂരം ഉണ്ട് ഇവിടുന്ന്? ഇതൊരു അടിപൊളിയായിട്ടോ, യാത്ര സൂപ്പറായി. കരയെത്തി. ഇവിടെ എത്തിയപ്പോൾ ഇദ്ദേഹം തന്നെ തിരിച്ചു കൊണ്ടേ വിടാന്ന് പറഞ്ഞത്. പക്ഷേ ആ ഭാഗത്തുനിന്നൊരു പെൺകുട്ടി വരുന്നുണ്ടായിരുന്നു. അവൾ ഞങ്ങളുടെ കൂടെ ചങ്ങാടത്ത് കയറിയിട്ട് അവൾ ഞങ്ങളെ ഇങ്ങോട്ടാക്കാമെന്ന് പറഞ്ഞു. നല്ല സുന്ദരി കുട്ടിയാണ്. പക്ഷേ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നില്ല. ആ കുട്ടി ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ താങ്ക്സ് പറയുന്നു പ്രത്യേകിച്ചിട്ട്. ഞങ്ങളപ്പോൾ അവിടുന്ന് തിരിച്ചു. ഇത് ശോകനാശിനി പുഴയാണ് ചിറ്റൂരിലുള്ളത്. ഇപ്പോൾ ഏകദേശം ഞങ്ങളിതാ പുഴയുടെ നടുവിലാണ്. 4 പേർക്ക് ആഴമുണ്ടെന്നാണ് പറയണത്. ചങ്ങാടത്തിലാണ് ഇപ്പോൾ നിൽക്കണുണ്ടല്ലേ. ചങ്ങാടമൊക്കെ ഏകദേശം ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ളതാണ്. എന്നാലും കുഴപ്പമില്ലാതെ നിൽക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യം പറയാം, നമ്മൾ ഈ ചിറ്റൂര് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കാണാൻ വരുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു അനുഭവമായിരിക്കും. ഈ ചങ്ങാടത്തിലൂടെയുള്ള ഈ യാത്ര എന്നുള്ളത്. എനിക്കിങ്ങനെ കയറ് വലിച്ചിട്ട് പോണതാണ്. ഇതിപ്പോൾ എൻ്റെ ബ്രദർ ഇൻ ലോയാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പുഴയുടെ ഈ സൈഡ് എത്തിയിരിക്കുകയാണ്, തിരിച്ചു എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും കൊടുമ്പ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കാണാൻ വരുന്നവർക്ക് ഇങ്ങനെ ഒരു സംഭവം വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു വാണിംഗ് ഉണ്ട്. 8 പേരോ 7 പേരോ പാടുള്ളത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇന്ന് മോൻ്റെ മൊട്ടയടിച്ചു, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ദർശനം നടത്തി, നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം ശോകനാശിനിയിൽ ഒരു ചങ്ങാട യാത്രയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, കുടുംബക്ഷേത്രത്തിൻ്റെ ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അവിടെ എൻ്റെ നമ്പറും കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പ്രിയപ്പെട്ടവരെ, കൊടുമ്പ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെ പറ്റിയുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ്.
നമ്മളുടെ ഈ ചാനലിൽ ദേവാലയങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് തുടങ്ങുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മളുടെ നാട്ടിലുള്ള ഓരോ ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങളാണ്. നിരവധി ക്ഷേത്രങ്ങളുള്ള സ്ഥലം കൂടിയിട്ടാണ് നമ്മുടെ കേരളം. ഇതിൽ തന്നെ ഓരോ അമ്പലം അല്ലെങ്കിൽ ഓരോ ദേവാലയങ്ങൾക്കും അതിൻ്റേതായ സ്പെഷ്യാലിറ്റി ഉണ്ട്, അതിൻ്റേതായ വൈവിധ്യങ്ങളുണ്ട്, അതിൻ്റേതായ ആചാര അനുഷ്ഠാന വ്യത്യാസങ്ങളുണ്ട്. ഇതിനെപ്പറ്റി ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ വലിയ ക്ഷേത്രങ്ങളുടെ കാര്യമല്ല, വലിയ ക്ഷേത്രങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള അത്രയൊന്നും അറിയപ്പെടാത്ത ക്ഷേത്രങ്ങളെ, അവിടുത്തെ കാര്യങ്ങൾ മറ്റുള്ളവരേക്ക് എത്തിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ്. ഇപ്പോൾ നമ്മളിത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് പാലക്കാട് ജില്ലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരിസരത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തെയോ അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി നമ്മുടെ ഈ ചാനലിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തൽക്കാലം പാലക്കാട് ജില്ലയാണ്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ കോവിഡ് മാറി ഇവിടെ സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് മറ്റുള്ള ഭാഗങ്ങളിലേക്കും യാത്രയും കാര്യങ്ങളെല്ലാം സുഗമമായിട്ട് മറ്റുള്ളവിടേക്കും പോകാം, മറ്റുള്ളവിടെയെങ്കിലും എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം ഈ വീഡിയോസ് കാണുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറഞ്ഞു തരികയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. കാരണം ഈ മേഖലയിൽ അത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമല്ല, പ്രത്യേകിച്ച് ക്ഷേത്ര കാര്യങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൂടുതൽ ചേർക്കണമെങ്കിലും ശരിയല്ലാത്തതുണ്ടെങ്കിലും ദയവായിട്ട് നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കാനും, അഥവാ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാനും, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ വീണ്ടും വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഇത്ര നേരം ഇത് കണ്ടിരുന്നതിന് നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. തും തും ധീരന തും 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 ധീരന തും തും ധീരന തും തും